ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ലോങ് വീഡിയോ ആണ്. കുറേ നാളിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് എൻ്റെ ഒരു ചെറിയ റുട്ടീൻ. എല്ലാ ദിവസവും ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡേ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഡേ അല്ല, ഒരു മോർണിംഗ് റുട്ടീൻ മാത്രമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റു. ടൈം 7:20. നേരെ കിച്ചണിലേക്കാണ് പോയത്. അപ്പോൾ സാധാരണ എഴുന്നേറ്റത് ഞാൻ കുറച്ച് വെള്ളം കുടിക്കാറുണ്ട്. മുകളിൽ ഒരു ബോട്ടിൽ വെള്ളം ഇരിപ്പുണ്ട്, പക്ഷേ എടുത്തുകൊണ്ട് വരാൻ മറന്ന കാരണം കൊണ്ട് താഴെ വന്നിട്ട് വാവയുടെ ബോട്ടിൽ ഫില്ല് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കുടിച്ചു. എപ്പോഴും രാവിലെ എഴുന്നേറ്റത് ഞാൻ കുറച്ച് വെള്ളമാണ് കുടിക്കുക. പിന്നെ ഞാൻ ഇന്നലെ ഉറവൊഴിക്കാൻ വേണ്ടിയിട്ട് തൈര് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തൈരായോ എന്ന് എടുത്ത് നോക്കിയാലുള്ള ക്യൂരിയോസിറ്റിയിൽ വേഗം എടുത്ത് നോക്കി. അപ്പോൾ തൈരായിരിക്കുന്നുണ്ടായിരുന്നു. രാവിലത്തേക്ക് ആപ്പും ചിക്കൻ കറി ഉണ്ടാവും ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ വന്നതും അപ്പത്തിൻ്റെ മാവും ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ചിക്കനും പുറത്തേക്ക് എടുത്ത് വെച്ചു, തണുപ്പൊക്കെ ഒന്ന് ആറാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാവ് ജസ്റ്റ് ഞാൻ ഒന്ന് ഇളക്കിയിട്ടാണ് വെക്കുന്നത്, ഒന്നും കൂടി പൊന്തി വരാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ അത് താന്നു പോയില്ല, അപ്പോൾ അതൊന്നും കൂടി ഒന്ന് പൊന്താൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെച്ചു. പിന്നെ ഞാൻ നേരെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണിക്കൊന്ന നിറയെ ഇവിടെ നിൽപ്പുണ്ട്. വിഷു കഴിഞ്ഞു, എന്നാലും ഇവിടുത്തെ കണിക്കൊന്ന ഇപ്പോഴും നിറയെ അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നല്ല രസമാണ്, കാരണം നല്ല കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് തേരാപ്പാരം നടന്നതിന് ശേഷം നോക്കുമ്പോൾ അവിടെ മുല്ലയുടെ ചെടി നിൽപ്പുണ്ട്. അതിനകത്തുനിന്ന് 2 മുല്ലപ്പൂവൊക്കെ താഴെ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പോയി ജസ്റ്റ് ഒന്ന് പറക്കി മണപ്പിച്ചൊക്കെ നോക്കി. അതിനുശേഷം നമ്മുടെ വീടിൻ്റെ സൈഡിൽ കുറച്ച് പുല്ല് നിൽക്കുന്നുണ്ടായിരുന്നു. പുല്ല് പറഞ്ഞാൽ ഞാൻ അവിടെ ഓൾറെഡി നമ്മുടെ തുളസിയും പിന്നെ പനിക്കൂർക്കയില്ല അതൊക്കെ വെച്ചിട്ടുണ്ട്. അതിനിടയിൽ നിറച്ച് പുല്ലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറ്റുന്നത് കുറച്ചൊക്കെ ഒന്ന് വലിച്ചതിന് ശേഷം പിന്നെ ഉള്ളിലേക്ക് പോയി. പിന്നെ വാഷ്റൂമൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വാവയുടെ കുറച്ച് ടോയ്സൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ചതിന് ശേഷം ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ചായയുടെ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോയി. അങ്ങനെ നല്ല ചൂട് ചായയൊക്കെ ഇട്ടു. ചായ കുടിക്കുന്നതിന് മുന്നേ എന്നും ഞാൻ ഈ ഒരു സാമ്പ്രാണി ഇല്ല, ഇത് റോസിൻ്റെ സാമ്പ്രാണിയാണ്. സോ നല്ല മണമാണ്. ഇത് ഞാൻ കത്തിച്ച് വെക്കാറുണ്ട്. അങ്ങനെ ചായയൊക്കെ എടുത്തിട്ട് നേരെ സോഫയിലേക്ക് വന്നിരിക്കുന്നതിനിടയ്ക്ക് സ്റ്റാൻഡും ഫോണും എല്ലാം കൂടി താഴെ വീണു. പിന്നെ അതൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് മറ്റേ ഗുപ്തം കുടിക്കുന്നത് പോലെ തന്നെ ചൂട് ചായ ഊതി അതൊക്കെ കുടിച്ചു. ആ കുടിച്ച ക്ഷീണത്തിൽ കുറച്ച് നേരം കൂടെ ഞാൻ സോഫയിൽ തന്നെ ഒന്ന് കിടന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് നമ്മൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ തണുപ്പാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തേക്കും ഉച്ചക്കലത്തേക്കും വേണ്ടുന്ന ചിക്കൻ മാത്രം മാറ്റിയിട്ട് ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ആ മാറ്റി വെച്ച ചിക്കനിലേക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ പോയി പല്ലൊക്കെ ഒന്ന് തേച്ചിട്ട് ഫേസ് വാഷൊക്കെ ചെയ്തു. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം സാധാരണ ഞാൻ ചെയ്യാറൊരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും അതുപോലെ ലിപ് ബാമും അപ്ലൈ ചെയ്യലാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ പോയിട്ട് ഒരു മോയ്സ്ചറൈസർ, ഞാൻ വാസ്ലിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടമാണ്. അത് പിങ്ക് കളറാണ് യൂസ് ചെയ്യുന്നത്, ഗോൾഡൻ കളറും ഉണ്ട്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തതിന് ശേഷം ഒരു സൺസ്ക്രീനും അപ്ലൈ ചെയ്തിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ എൻ്റെ ലിപ് ബാമാണ്. അത് യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ബീട്രൂട്ടും ഗീയും ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണ്. അതൊരു ചെറിയ ടിൻറ്റും തരും. പിന്നെ ചിക്കന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിയാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് സെറ്റാക്കുകയാണ്. ഉള്ളിയൊക്കെ അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് പച്ചമുളകും ഒക്കെ കട്ട് ചെയ്ത് തക്കാളിയൊക്കെ സെറ്റാക്കിയതിന് ശേഷം കുക്കറിലാണ് ഞാനിന്ന് ചിക്കൻ കറി വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് പെരുംജീരകവും ഗ്രാമ്പും ഒക്കെ ഇട്ട് ഉള്ളിയും തട്ടിയിടുന്നുണ്ട്. അതിന് മുന്നേ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഉള്ളി ഇട്ട് കൊടുത്തത്. ഉള്ളി നന്നായിട്ടൊന്ന് റോസ്റ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ നേരം തക്കാളിയൊന്നും ഇട്ട് വെയിറ്റ് ചെയ്യുന്നില്ല, കാരണം രാവിലെ തന്നെ ഒരുപാട് നേരം വഴറ്റിക്കൊണ്ട് നിൽക്കാനുള്ള മടി കാരണം വേഗം തന്നെ കുക്കറിൽ സെറ്റാക്കാണ്. അപ്പോൾ അതിനിടയ്ക്ക് ചേട്ടൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ചേട്ടൻ വേസ്റ്റ് കൊടുക്കാൻ വേണ്ടി പുറത്തു പോവാണ്. എൻ്റെ കയ്യിൽ ക്യാമറ കണ്ട കള്ളച്ചിരിയാണ് ഈ കാണുന്നത്. പിന്നെ ഞാൻ മുടിയൊക്കെ അന്ന് രാത്രി കെട്ടി വെച്ചതല്ലേ, അതൊക്കെ ഒന്ന് അഴിച്ചൊന്ന് വൃത്തിയാക്കാണ്. ഇപ്പോൾ കണ്ടതൊരു വട്ടായി തോന്നും, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബേർഡ്സ് തന്നതാണ്. അപ്പോൾ അതിനൊന്ന് തുള്ളിയെന്നേ ഉള്ളൂ. അങ്ങനെ മുടിയൊക്കെ സെറ്റാക്കി ഉള്ളിലേക്ക് കയറുമ്പോൾ കാണാൻ വാവ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവൻ്റെ കൂടെ കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് ആ ഇടയ്ക്ക് തന്നെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ വാവയ്ക്ക് പല്ലൊക്കെ തേച്ച് കൊടുത്ത് ഞാൻ പാല് ഓൾറെഡി ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് കൊടുത്തു. വേഗം തന്നെ കുടിക്കുകയാണ്. പുറത്ത് ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നുണ്ടേ, അപ്പോൾ വേഗം തന്നെ കുടിച്ചിട്ട് പുറത്തേക്ക് ഓടുകയാണ്. അവനെ കണ്ടത് ഇവരെല്ലാവരും കൂടി ഉള്ളിലേക്ക് വന്നു. അങ്ങനെ അവന് സൈക്കിൾ വേണമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ സൈക്കിളൊക്കെ എടുത്തു കൊടുത്തു. അതിൽ ആ കുഞ്ഞു പയ്യനില്ലേ, അവനാണ് ഇതിലെ വില്ലൻ. അപ്പോൾ എൻ്റെ കൊച്ചിനെ
ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ പുറകെ ഓടുകയാണ്. അങ്ങനെ ഞാൻ തിരിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് കയറുമ്പോഴത്തേക്കും നമ്മുടെ പാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആപ്പമൊക്കെ ഒഴിക്കുകയാണ്. പിന്നെ ഞാൻ ഈ ആദ്യം ഒഴിച്ച ആപ്പത്തിൻ്റെ ഷേപ്പ് വന്നിട്ട് ഒരു ക്യാറ്റിനെ പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കാരണം ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അതിന് ഒരു ചെവി 2 ചെവിയുള്ള ക്യാറ്റ് പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി ആപ്പം എല്ലാം തന്നെ ഒഴിച്ചു. പിന്നെ വാവയ്ക്ക് തേങ്ങാപ്പാലാണ് ആപ്പത്തിനൂടെ കൊടുക്കാറ്, അവൻ അതാണ് ഇഷ്ടം. അപ്പോൾ അവന് തേങ്ങാപ്പാൽ സെറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ രാവിലത്തെ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ കുട്ടി വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.